എല്ലാ കുട്ടികൾക്കും ഫിസിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലെൻസുകളുമായി ബന്ധപ്പെട്ട ചില പദങ്ങൾ പഠിച്ചു. അതുപോലെ തന്നെ പരീക്ഷണത്തിലൂടെ ഒരു കോൺവെക്സ് ലെൻസിൽ നിന്നും വ്യത്യസ്ത ദൂരങ്ങളിൽ വസ്തു വച്ചപ്പോൾ രൂപപ്പെടുന്ന പ്രതിബിംബത്തിൻ്റെ പ്രത്യേകതകളും പ്രതിബിംബം രൂപപ്പെടുന്ന സ്ഥാനവും ഒക്കെ നമ്മൾ മനസ്സിലാക്കി. ഇവിടെ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾക്കൊരു അസൈൻമെൻ്റ് ഉണ്ടായിരുന്നല്ലോ. ഒരു കോൺവെക്സ് ലെൻസിൻ്റെയും കോൺകേവ് ലെൻസിൻ്റെയും പ്രിൻസിപ്പൽ ആക്സിസിന്, അതായത് മുഖ്യ അക്ഷത്തിന് സമാന്തരമായി ലെൻസിൽ പതിക്കുന്ന പ്രകാശരശ്മികളുടെ അപവർത്തന പാത ചിത്രീകരിക്കാനും മുഖ്യ ഫോക്കസ് അടയാളപ്പെടുത്താനും ആയിരുന്നല്ലോ അസൈൻമെൻറ്റ്. എല്ലാവരും ചെയ്തു കാണുമെന്ന് വിശ്വസിക്കുന്നു. അപവർത്തന പാതയുടെ ചിത്രീകരണം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ കഴിയും. തെറ്റിപ്പോയിട്ടുള്ളവരുണ്ടെങ്കിൽ, വരയ്ക്കാൻ കഴിയാത്തവർ ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സയൻസ് ഡയറിയിൽ ആ ചിത്രം കറക്റ്റ് ചെയ്യണം, വരച്ച് പരിശീലിക്കണം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പരീക്ഷണത്തിലൂടെയാണ് വസ്തുക്കളുടെ പ്രതിബിംബങ്ങൾ കണ്ടത്. ഒരു കോൺവെക്സ് ലെൻസിൽ നിന്നും വ്യത്യസ്ത ദൂരങ്ങളിലിരിക്കുന്ന വസ്തുവിൻ്റെ പ്രതിബിംബങ്ങൾ രൂപപ്പെടുന്ന വിധം നമ്മൾ പരീക്ഷണത്തിലൂടെയാണ് കണ്ടത്. അതുപോലെ തന്നെ ആ പ്രതിബിംബങ്ങളുടെ പ്രത്യേകതകളും നമ്മൾ മനസ്സിലാക്കി. ഒരു കോൺവെക്സ് ലെൻസ് രൂപപ്പെടുന്ന പ്രതിബിംബങ്ങളുടെ സ്ഥാനവും അതുപോലെ തന്നെ പ്രത്യേകതകളും രേഖാചിത്രങ്ങൾ ഉപയോഗിച്ചും നമുക്ക് കണ്ടെത്താം. റേ ഡയഗ്രംസ് ഉപയോഗിച്ചുകൊണ്ടും നമുക്ക് രൂപപ്പെടുന്ന പ്രതിബിംബത്തിൻ്റെ പൊസിഷനും സ്ഥാനവും അതുപോലെ തന്നെ പ്രതിബിംബത്തിൻ്റെ സവിശേഷതകളും ഇമേജിൻ്റെ ഫീച്ചേഴ്സും നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അങ്ങനെ റേ ഡയഗ്രംസ് വരയ്ക്കണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്കൊരു കോൺവെക്സ് ലെൻസ് വരയ്ക്കാം. ഇവിടെ നോക്കൂ. ഇവിടെ ഒരു കോൺവെക്സ് ലെൻസ് കാണാനായിട്ട് കഴിയും. കോൺവെക്സ് ലെൻസിൻ്റെ ഓപ്റ്റിക് സെൻറ്റർ ഇവിടെ അടയാളപ്പെടുത്താം. ഇതെന്തായിരിക്കും? ഇതെന്താണ്? പ്രിൻസിപ്പൽ ആക്സിസ് അല്ലേ? മുഖ്യ അക്ഷമാണ് ഇവിടെ വരയ്ക്കുന്നത്. മുഖ്യ അക്ഷം കേട്ടോ, മുഖ്യ അക്ഷം. അപ്പോൾ ഈ കോൺവെക്സ് ലെൻസിൽ ഇതൊരു തിൻ ലെൻസാണ്. ഈ തിൻ ലെൻസിൻ്റെ ഓപ്റ്റിക് സെൻറ്ററിൽ കൂടി, അതായത് പ്രകാശിക കേന്ദ്രത്തിൽ കൂടി കടന്നു വരുന്ന ഒരു പ്രകാശരശ്മി നമുക്ക് വരയ്ക്കാം. ഇവിടെ കണ്ടോ? അപ്പോൾ ഇത് കോൺവെക്സ് ലെൻസിൻ്റെ ഈ തിൻ ലെൻസിൻ്റെ പ്രകാശിക കേന്ദ്രത്തിൽ കൂടി, പ്രകാശിക കേന്ദ്രത്തെ നമ്മൾ പി എന്നാണ് സൂചിപ്പിക്കുന്നത്. ഒരു കോൺവെക്സ് ലെൻസിൻ്റെ പ്രകാശിക കേന്ദ്രത്തിൽ കൂടി വരുന്ന പ്രകാശരശ്മികൾക്ക് അപവർത്തനം സംഭവിക്കുന്നില്ല. The light ray passes through the optic center of a convex lens has no deviation. ഇവിടെ റിഫ്രാക്ഷൻ ഉണ്ടാവുന്നില്ല, റിഫ്രാക്ഷൻ സംഭവിക്കുന്നില്ല, അപവർത്തനം സംഭവിക്കുന്നില്ല. ഇനി നമുക്ക് മുഖ്യ അക്ഷത്തിന് സമാന്തരമായി വരുന്ന, പ്രിൻസിപ്പൽ ആക്സിസിന് സമാന്തരമായി വരുന്ന ഒരു പ്രകാശരശ്മി വരയ്ക്കാം. നോക്കൂ, സമാന്തരമായി വരുന്ന പ്രകാശരശ്മിയാണ്. മുഖ്യ അക്ഷത്തിന് സമാന്തരമായി വരുന്ന പ്രകാശരശ്മി.
അപ്പോൾ ഇത് നമ്മളിവിടെ ഓപ്റ്റിക് സെൻറ്റർ അടയാളപ്പെടുത്തി. അതുപോലെ തന്നെ ഈ കോൺവെക്സ് ലെൻസിന് ഫോക്കസ് ഉണ്ട് അല്ലേ, മുഖ്യ ഫോക്കസുകൾ രണ്ട് വശത്തും ഫോക്കസ് ഉണ്ട്. അപ്പോൾ ഞാൻ ആ ഫോക്കസ് ഇവിടെ ആ ഫോക്കസ് കൂടി ഒന്ന് അടയാളപ്പെടുത്തുകയാണ്. എഫ് ഫോക്കസ് എഫ് അല്ലേ, രണ്ട് ഫോക്കസുകൾ, ഒരു കോൺവെക്സ് ലെൻസിന് രണ്ട് ഫോക്കസുകളുണ്ട്. അപ്പോൾ ഇവിടെ ഫോക്കസ് അടയാളപ്പെടുത്തി. ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് മുഖ്യാക്ഷത്തിന് പ്രിൻസിപ്പൽ ആക്സിസിന് സമാന്തരമായി വരുന്ന ഒരു പ്രകാശരശ്മിയാണ് എടുത്തിരിക്കുന്നത്. പ്രകാശരശ്മിയാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. ഇങ്ങനെ സമാന്തരമായി വരുന്ന പ്രകാശരശ്മികൾ അപവർത്തനത്തിന് ശേഷം മുഖ്യ ഫോക്കസിൽ കൂടി, പ്രിൻസിപ്പൽ ഫോക്കസിൽ കൂടി ആണ് പോകുന്നത്. അപ്പോൾ ഇവിടെ മുഖ്യാക്ഷത്തിന് സമാന്തരമായി വരുന്ന പ്രകാശരശ്മിയാണ്. ദ ലൈറ്റ് റേ കമ്മിങ് പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ് ഓഫ് എ കോൺവെക്സ് ലെൻസ് ആഫ്റ്റർ റിഫ്രാക്ഷൻ പാസിംഗ് ത്രൂ ദ പ്രിൻസിപ്പൽ ഫോക്കസ്. ഒരു കോൺവെക്സ് ലെൻസിൻ്റെ മുഖ്യാക്ഷത്തിന് സമാന്തരമായി വരുന്ന പ്രകാശരശ്മി അപവർത്തനത്തിന് ശേഷം മുഖ്യ ഫോക്കസിൽ കൂടി പോകും. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു കോൺവെക്സ് ലെൻസിൻ്റെ ഓപ്റ്റിക് സെൻറ്ററിൽ കൂടി വരുന്ന പ്രകാശരശ്മിക്ക് അപവർത്തനം സംഭവിക്കുമോ? അപവർത്തനം സംഭവിക്കില്ല. അത് അപവർത്തനം സംഭവിക്കാതെയാണ് പോകുന്നത്. ഇവിടെ കോൺവെക്സ് ലെൻസിൻ്റെ മുഖ്യ അക്ഷത്തിന് സമാന്തരമായി വരുന്ന പ്രകാശരശ്മി അപവർത്തനത്തിന് ശേഷം മുഖ്യ ഫോക്കസിൽ കൂടി പോകും. ഇനി നമുക്ക് ഒരു കോൺവെക്സ് ലെൻസിൻ്റെ മുഖ്യ ഫോക്കസിൽ കൂടി വരുന്ന ഒരു പ്രകാശരശ്മിയെ വരയ്ക്കാം. ഇവിടെ നോക്കൂ, കോൺവെക്സ് ലെൻസിൻ്റെ മുഖ്യ ഫോക്കസിൽ കൂടി വരുന്ന പ്രകാശരശ്മിയാണ്. ഇങ്ങനെ ഒരു കോൺവെക്സ് ലെൻസിൻ്റെ മുഖ്യ ഫോക്കസിൽ കൂടി വരുന്ന പ്രകാശരശ്മി, എ ലൈറ്റ് റേ കമ്മിങ് ത്രൂ ദ പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് എ കോൺവെക്സ് ലെൻസ് ആഫ്റ്റർ റിഫ്രാക്ഷൻ പാസസ് പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ്. പ്രിൻസിപ്പൽ ആക്സിന് സമാന്തരമായിട്ടായിരിക്കും പോകുന്നത്. ഒരു കോൺവെക്സ് ലെൻസിൻ്റെ മുഖ്യ ഫോക്കസിൽ കൂടി വരുന്ന പ്രകാശരശ്മി അപവർത്തനത്തിന് ശേഷം മുഖ്യ അക്ഷത്തിന് സമാന്തരമായി കടന്നു പോകും. അപ്പോൾ ഇവിടെ കോൺവെക്സ് ലെൻസുമായി ബന്ധപ്പെട്ട 3 പ്രകാശരശ്മികളാണ് നമ്മൾ പരിഗണിച്ചത്. ഒന്ന്, ഒരു കോൺവെക്സ് ലെൻസിൻ്റെ ഓപ്റ്റിക് സെൻറ്ററിൽ കൂടി, പ്രകാശിക കേന്ദ്രത്തിൽ കൂടി വരുന്ന പ്രകാശരശ്മി, അതിന് അപവർത്തനം സംഭവിക്കുന്നില്ല. രണ്ടാമത് പറഞ്ഞത് ഒരു കോൺവെക്സ് ലെൻസിൻ്റെ മുഖ്യാക്ഷത്തിന് സമാന്തരമായി വരുന്ന പ്രകാശരശ്മിയെക്കുറിച്ചാണ്. മുഖ്യാക്ഷത്തിന് സമാന്തരമായി വരുന്ന പ്രകാശരശ്മി അപവർത്തനത്തിന് ശേഷം മുഖ്യ ഫോക്കസിൽ കൂടി കടന്നു പോകും. ഇനി മൂന്നാമത്തത് ഒരു കോൺവെക്സ് ലെൻസിൻ്റെ മുഖ്യ ഫോക്കസിൽ കൂടി ലെൻസിൽ പതിക്കുന്ന പ്രകാശരശ്മിയെക്കുറിച്ചാണ്. അങ്ങനെ ഒരു കോൺവെക്സ് ലെൻസിൻ്റെ മുഖ്യ ഫോക്കസിൽ കൂടി ലെൻസിൽ പതിക്കുന്ന പ്രകാശരശ്മി അപവർത്തനത്തിന് ശേഷം മുഖ്യാക്ഷത്തിന് സമാന്തരമായിട്ടായിരിക്കും സഞ്ചരിക്കുന്നത്. അപ്പോൾ ഇവിടെ കോൺവെക്സ് ലെൻസുമായി ബന്ധപ്പെട്ട 3 പ്രകാശരശ്മികളാണ് നമ്മൾ എടുത്തത്. ഇവയുടെ 3 പ്രകാശരശ്മികളുടെയും പാത ചിത്രീകരിക്കാനായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് കോൺകേവ് ലെൻസിൽ പതിക്കുന്ന പ്രകാശരശ്മികൾക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് പരിശോധിക്കാം. ഇവിടെ നമുക്കൊരു കോൺകേവ് ലെൻസ് വരയ്ക്കാം. കോൺകേവ് ലെൻസാണ്. ഇവിടെ ഒരു കോൺകേവ് ലെൻസ് വരച്ചിരിക്കുന്നു. ഇതെന്തായിരിക്കും കോൺകേവ് ലെൻസിൻ്റെ ഓപ്റ്റിക് സെൻറ്ററാണ് അല്ലേ, പ്രകാശിക കേന്ദ്രമാണ്. അതുപോലെ നമുക്ക് പ്രിൻസിപ്പൽ ആക്സിസ് അല്ലെങ്കിൽ മുഖ്യ അക്ഷം വരയ്ക്കാം. മുഖ്യ അക്ഷം വരച്ചു. അതുപോലെ ഫോക്കസ് അടയാളപ്പെടുത്തേണ്ടതുണ്ട്. പ്രിൻസിപ്പൽ ഫോക്കസ്, പ്രിൻസിപ്പൽ ഫോക്കസ് എഫ്, പ്രിൻസിപ്പൽ ഫോക്കസ് എഫ്. അപ്പോൾ ഇവിടെയും ആദ്യം പ്രകാശിക കേന്ദ്രത്തിൽ കൂടി വരുന്ന പ്രകാശരശ്മിയാണ് വരയ്ക്കുന്നത്. ഓപ്റ്റിക് സെൻറ്ററിൽ കൂടി വരുന്ന പ്രകാശരശ്മി. A light ray coming through the optic center of a concave lens passes without any deviation. ഓപ്റ്റിക് സെൻറ്ററിൽ കൂടി വരുന്ന പ്രകാശരശ്മിക്ക് വ്യതിയാനമൊന്നും തന്നെ സംഭവിക്കുന്നില്ല, അല്ലെങ്കിൽ റിഫ്രാക്ഷൻ സംഭവിക്കുന്നില്ല. കോൺവെക്സ് ലെൻസിലും നമ്മൾ ഇത് തന്നെയാണ് പഠിച്ചത്. കോൺവെക്സ് ലെൻസിൻ്റെയും ഓപ്റ്റിക് സെൻറ്ററിൽ കൂടി വരുന്ന പ്രകാശരശ്മിക്ക് there is no refraction. കോൺകേവ് ലെൻസിലും ഓപ്റ്റിക് സെൻറ്ററിൽ കൂടി വരുന്ന പ്രകാശരശ്മികൾക്ക് റിഫ്രാക്ഷൻ സംഭവിക്കുന്നില്ല. ഇനി അടുത്തതായി നമുക്ക്
ഈ കോൺകേവ് ലെൻസിൻ്റെ പ്രിൻസിപ്പൽ ആക്സിസിന് മുഖ്യ അക്ഷത്തിന് സമാന്തരമായി വരുന്ന ഒരു പ്രകാശരശ്മിക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കാം. ഇവിടെ നോക്കൂ, മുഖ്യ അക്ഷത്തിന് സമാന്തരമായി വരുന്ന പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് വരുന്ന ഈ കോൺകേവ് ലെൻസിൻ്റെ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് വരുന്ന ഒരു പ്രകാശരശ്മിയെ നമ്മൾ വരയ്ക്കുകയാണ്. കണ്ടോ, പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് വരുന്ന പ്രകാശരശ്മി. ഇങ്ങനെ വരുന്ന പ്രകാശരശ്മി മുഖ്യ അക്ഷത്തിൽ നിന്നും അകന്നു പോകും. A light ray parallel to the principal axis of a concave lens after refraction diverge away from the principal axis. This divergent ray appears to come from the focus on the side of the incident ray. അപ്പോൾ ഈ പ്രകാശരശ്മി പ്രിൻസിപ്പൽ ആക്സിന് പാരലായിട്ട് വരുന്ന പ്രകാശരശ്മി അപവർത്തനത്തിന് ശേഷം പ്രിൻസിപ്പൽ ആക്സിൽ നിന്നും അകന്നു പോകും. ഇങ്ങനെ അകന്നു പോകുന്ന ഈ പ്രകാശരശ്മി പതനരശ്മിയുടെ അതേ വശത്തുള്ള ഫോക്കസിൽ നിന്ന് വരുന്നതായി തോന്നും. നോക്കൂ, കോൺകേവ് ലെൻസിൻ്റെ മുഖ്യ അക്ഷത്തിന് സമാന്തരമായി വരുന്ന പ്രകാശരശ്മി മുഖ്യ അക്ഷത്തിൽ നിന്നും പ്രിൻസിപ്പൽ ആക്സിൽ നിന്നും അകന്നു പോവുകയാണ് ചെയ്യുന്നത്. കോൺവെക്സ് ലെൻസിലാണെങ്കിൽ പ്രിൻസിപ്പൽ ആക്സിന് പാരലായിട്ട് വരുന്ന പ്രകാശരശ്മിക്ക് എന്ത് സംഭവിക്കും? അത് പ്രിൻസിപ്പൽ ഫോക്കസിൽ കൂടിയാണ് കടന്നു പോകുന്നത്. റിഫ്രാക്ഷന് ശേഷം പ്രിൻസിപ്പൽ ഫോക്കസിൽ കൂടി കടന്നു പോകുന്നതായിട്ട് നമ്മൾ നേരത്തെ തന്നെ കണ്ടതാണ്, അത് വരയ്ക്കുകയും ചെയ്തതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ എടുത്ത ഓപ്റ്റിക് സെൻറ്ററിൽ കൂടി വരുന്ന പ്രകാശരശ്മികൾ, പ്രിൻസിപ്പൽ ആക്സിന് സമാന്തരമായി വരുന്ന പ്രകാശരശ്മി, അതുപോലെ തന്നെ പ്രിൻസിപ്പൽ ഫോക്കസിൽ കൂടി വരുന്ന പ്രകാശരശ്മി, ഇവയിൽ ഏതെങ്കിലും രണ്ട് പ്രകാശരശ്മികൾ സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് റേ ഡയഗ്രംസ് വരയ്ക്കാം. അങ്ങനെയെങ്കിൽ നമ്മൾ റേ ഡയഗ്രംസ് എങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ എക്സ്പെരിമെൻ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ഒരു കോൺവെക്സ് ലെൻസിൻ്റെ കോൺവെക്സ് ലെൻസിൽ നിന്നും വിവിധ അകലങ്ങളിലിരിക്കുന്ന 2F-ന് പുറകിലിരിക്കുന്ന ആ വസ്തുവിൻ്റെ പ്രതിബിംബം നമ്മൾ കണ്ടു. 2F-ൽ വയ്ക്കുമ്പോൾ പ്രതിബിംബം എങ്ങനെയാണ്, പ്രതിബിംബത്തിൻ്റെ വലിപ്പവും അതിൻ്റെ പ്രത്യേകതകളും അതിൻ്റെ സ്ഥാനവും ഒക്കെ മനസ്സിലാക്കി. അതുപോലെ നമുക്ക് റേ ഡയഗ്രാംസ് ഉപയോഗിച്ചുകൊണ്ടും നമുക്ക് ഒരു ലെൻസ് രൂപപ്പെടുത്തുന്ന പ്രതിബിംബത്തിൻ്റെ സ്ഥാനവും അതുപോലെ തന്നെ പ്രത്യേകതകളും മനസ്സിലാക്കാനായിട്ട് കഴിയും. അങ്ങനെയെങ്കിൽ നമുക്ക് റേ ഡയഗ്രാംസ് വരച്ചു നോക്കാം. റേ ഡയഗ്രാംസ് വരയ്ക്കുമ്പോൾ നമ്മൾ ആദ്യം എടുക്കുന്നത് ഒബ്ജക്റ്റ് അറ്റ് ഇൻഫിനിറ്റിയാണ്. അനന്തതയിലിരിക്കുന്ന ഒരു വസ്തുവിനെ പരിഗണിക്കുന്നു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ പറഞ്ഞു, ഇൻഫിനിറ്റിയിലിരിക്കുന്ന ഓബ്ജക്റ്റിൽ നിന്ന് വരുന്ന പ്രകാശരശ്മികൾ എങ്ങനെയായിരിക്കുമെന്നാണ് പറഞ്ഞത്. ഇൻഫിനിറ്റിയിൽ നിന്ന് വരുന്ന പ്രകാശരശ്മികൾ പ്രിൻസിപ്പൽ ആക്സിന് പാരലായിട്ടായിരിക്കും, സമാന്തരമായിട്ടായിരിക്കും വരുന്നത്. അങ്ങനെ സമാന്തരമായി വരുന്ന ഒരു കോൺവെക്സ് ലെൻസിൻ്റെ പ്രിൻസിപ്പൽ ആക്സിന് സമാന്തരമായി വരുന്ന പ്രകാശരശ്മികൾക്ക് എന്ത് സംഭവിക്കും? എല്ലാ പ്രകാശരശ്മികളും ഇതിൽ കൂടിയാണ് കടന്നു പോകുന്നത്, പ്രിൻസിപ്പൽ ഫോക്കസിൽ കൂടി അല്ലെങ്കിൽ മുഖ്യ ഫോക്കസിൽ കൂടിയാണ് കടന്നു പോകുന്നത്. അപ്പോൾ നമുക്കിവിടെ അതിൻ്റെ ഒരു രേഖാചിത്രം, റേ ഡയഗ്രാം നമുക്കൊന്ന് വരയ്ക്കാം. അപ്പോൾ ഇവിടെ അനന്തതയിലിരിക്കുന്ന, ഇൻഫിനിറ്റിയിലിരിക്കുന്ന ഒരു ഓബ്ജക്റ്റിൻ്റെ ഇമേജ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നതെന്ന് നമുക്ക് ഒരു റേ ഡയഗ്രത്തിലൂടെ മനസ്സിലാക്കാം. അപ്പോൾ ഓബ്ജക്റ്റ് അറ്റ് ഇൻഫിനിറ്റി, ഒബ്ജക്റ്റ് അറ്റ് ഇൻഫിനിറ്റി, വസ്തു അനന്തതയിൽ, വസ്തു അനന്തതയിൽ അല്ലേ, വളരെ ദൂരെ ഇരിക്കുകയാണ്. അപ്പോൾ അതിനുവേണ്ടി നമുക്കൊരു കോൺവെക്സ് ലെൻസ് വരയ്ക്കാം. കോൺവെക്സ് ലെൻസ് വരച്ചു. ദിസ് ഈസ് അറിയാമല്ലോ എന്താണ്, ഓപ്റ്റിക് സെൻറ്റർ. അതുപോലെ എഫ്, പ്രിൻസിപ്പൽ ഫോക്കസ്. ദിസ് ഈസ് എന്തായിരിക്കും അത്? യെസ്, പ്രിൻസിപ്പൽ ആക്സിസ്, മുഖ്യ അക്ഷം. അപ്പോൾ ഇവിടെ ദിസ് ഈസ് എഫ്,
അല്ലേ? 2 F ഉണ്ട്. കോൺവെക്സ് ലെൻസിന് 2 പ്രിൻസിപ്പൽ ഫോക്കസുകളുണ്ട്. അപ്പോൾ വസ്തു അനന്തതയിലാണ്, വളരെ ദൂരെയാണ്. അപ്പോൾ അവിടെ നിന്ന് വരുന്ന പ്രകാശരശ്മികളൊക്കെ തന്നെ എങ്ങനെയായിരിക്കും വരുന്നത്? സമാന്തരമായിട്ടായിരിക്കും വരുന്നത്. ഇങ്ങനെ സമാന്തരമായി വരും. സമാന്തരമായി എല്ലാ പ്രകാശരശ്മികളും സമാന്തരമായിട്ടാണ് വരുന്നത്. അപ്പോൾ സമാന്തരമായിട്ട് വരുന്ന പ്രകാശരശ്മികൾ നമ്മൾ വരയ്ക്കുന്നു. ഇങ്ങനെ വരുന്ന പ്രകാശരശ്മികളെല്ലാം ഏതിൽ കൂടി പോകും? പ്രിൻസിപ്പൽ ഫോക്കസിൽ കൂടി അല്ലേ? പ്രിൻസിപ്പൽ ഫോക്കസിൽ കൂടി ഇങ്ങനെയായിരിക്കും പോകുന്നത്. പ്രിൻസിപ്പൽ ഫോക്കസിൽ കൂടിയാണ് പോകുന്നത്. അപ്പോൾ ഇമേജ് എവിടെ ഉണ്ടാവും? പ്രിൻസിപ്പൽ ഫോക്കസിലായിരിക്കും ഇമേജ് ഉണ്ടാകുന്നത് അല്ലേ? ഈ പ്രകാശരശ്മികൾ കൂട്ടിമുട്ടുന്ന ബിന്ദുവിലാണ് ഇമേജ് ഉണ്ടാകുന്നത്. ഈ ഇമേജ് നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം എന്താണ്? വളരെ ഒരു പോയിൻറ്റഡ് ഇമേജാണ് അല്ലേ? വളരെ വളരെ ഡിമിനിഷ്ഡ് ആയിട്ടുള്ള വളരെ ചെറിയ ഇമേജാണ്. അപ്പോൾ ഇമേജ് നമുക്ക് സ്ക്രീനിൽ കിട്ടും, സ്ക്രീനിൽ പതിപ്പിക്കാനായിട്ട് പറ്റും. ഡിസ്റ്റൻറ്റ് ഓബ്ജക്റ്റിനെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് എല്ലാം കണ്ടുപിടിക്കുന്നത്. അപ്പോൾ സ്ക്രീനിൽ കിട്ടുന്ന ഇമേജ് ആയതുകൊണ്ട് തന്നെ ഇത് റിയൽ ഇമേജ് ആയിരിക്കും, പക്ഷേ ഇൻവെർട്ടഡ് ഇമേജാണ്. ഇതൊക്കെ ആയിരിക്കും ഇവിടെ രൂപപ്പെടുന്ന പ്രതിബിംബത്തിൻ്റെ പ്രത്യേകതകൾ. റിയൽ ഇമേജാണ്, പക്ഷേ ഇൻവെർട്ടഡ് ഇമേജാണ്. ഇമേജ് ഫോം ചെയ്യുന്നത് എവിടെയാണ്? പ്രതിബിംബം രൂപപ്പെടുന്നത് പ്രിൻസിപ്പൽ ഫോക്കസിലാണ്. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ കേസാണ് നമ്മൾ പഠിച്ചത്. ഇതിൻ്റെ വലിപ്പം, അതായത് ഒരു പോയിൻറ്റഡ് സൈസായിട്ടുള്ള ഒരു പോയിൻറ്റഡ് സൈസിൽ ഇമേജാണ് നമുക്ക് കിട്ടുന്നത്. വളരെ ചെറിയ, വളരെ ഡിമിനിഷ്ഡ് ആയിട്ടുള്ള ഒരു ഇമേജ് ആയിരിക്കും നമുക്കിവിടെ കിട്ടുന്നത്. അത് ഒന്നാമത്തെ കേസാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ വളരെ അകലെ ഇരിക്കുകയാണ്, വളരെ അനന്തതയിലുള്ള ഒരു ഓബ്ജക്റ്റിനെയാണ് നമ്മളിവിടെ പരിഗണിച്ചത്. ഇനി നമ്മൾക്ക് എന്ത് ചെയ്യാം? നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്തപ്പോൾ അടുത്ത പൊസിഷൻ എവിടെയാണ് ഓബ്ജക്റ്റിനെ വെച്ചത്? നിങ്ങളുടെ ടേബിളിൽ തന്നെ ഉള്ളതാണ്. എവിടെയാണ് കൊണ്ടുവച്ചത്? ബിയോണ്ട് 2F അല്ലേ? 2Fന് പുറകിൽ. ഇനി അടുത്തത് എവിടെയാണ്? എവിടെയാണ് ഇരിക്കുന്നത്? ഓബ്ജക്റ്റ് ഈസ് ബിയോണ്ട് 2F. ഇവിടെ ഒരു കോൺവെക്സ് ലെൻസ് വരയ്ക്കുന്നു. കോൺവെക്സ് ലെൻസ്, ഇവിടെ കോൺവെക്സ് ലെൻസ് വരച്ചു. ഒരു പ്രൊട്രാക്ടർ വെച്ചിട്ട് നമുക്ക് കോൺവെക്സ് ലെൻസ് നന്നായിട്ട് വരയ്ക്കാൻ പറ്റും. നേരത്തെ പോലെ തന്നെ ഓപ്റ്റിക് സെൻറ്റർ അടയാളപ്പെടുത്തി, ഒപ്പം എഫ് അടയാളപ്പെടുന്നു. ഹിയർ ഈസ് എഫ്. അതുപോലെ 2F അടയാളപ്പെടുത്തുന്നു. എഫ് അടയാളപ്പെടുത്തി 2F അടയാളപ്പെടുത്തുന്നു. 2F. ദിസ് ഈസ് പ്രിൻസിപ്പൽ ആക്സിസ്, മുഖ്യാക്ഷം വരച്ചു. ദിസ് ഈസ് P, ദിസ് ഈസ് F ആൻഡ് ദിസ് ഈസ് 2F. ഇവിടെയും F, 2F. അപ്പോൾ ഇവിടെ ഓബ്ജക്റ്റിനെ വയ്ക്കുകയാണ്. ഓബ്ജക്റ്റ് ഈസ് ബിയോണ്ട് 2F. ബിയോണ്ട് 2F ആണ് ഓബ്ജക്റ്റ് വരുന്നത്. Object is beyond 2F. Object is represented by OB. Here it is object. Object is beyond 2F. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു, ഒരു റേ ഡയഗ്രാം വരയ്ക്കണമെങ്കിൽ, റേ ഡയഗ്രത്തിലൂടെ ഇമേജ് കിട്ടിക്കണമെങ്കിൽ നമ്മൾ ഏതെങ്കിലും 2 റേസിനെ കൺസിഡർ ചെയ്യണം. അപ്പോൾ ഇവിടെ ഞാൻ ആദ്യം എടുക്കുന്ന ഒരു റേ എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ ആക്സിന്, മുഖ്യാക്ഷത്തിന് സമാന്തരമായി വരുന്ന ഒരു പ്രകാശരശ്മിയെ പരിഗണിക്കുന്നു. മുഖ്യാക്ഷത്തിന് സമാന്തരമായി വരുന്ന പ്രകാശരശ്മി. അപ്പോൾ ഇങ്ങനെ മുഖ്യാക്ഷത്തിന് സമാന്തരമായി വരുന്ന പ്രകാശരശ്മി എങ്ങോട്ടായിരിക്കും? ആഫ്റ്റർ റിഫ്രാക്ഷൻ എങ്ങനെ പോവും? നേരത്തെ തന്നെ കണ്ടതാണ്, പ്രിൻസിപ്പൽ ഫോക്കസിൽ കൂടിയായിരിക്കും പോകുന്നത്. അപ്പോൾ ഇവിടെ അത് ഇങ്ങനെ പ്രിൻസിപ്പൽ ഫോക്കസിൽ കൂടി പോകും. ത്രൂ ദി പ്രിൻസിപ്പൽ ഫോക്കസ്. ഇനി മറ്റൊരു റേ ഓപ്റ്റിക് സെൻറ്ററിൽ കൂടി പോകുന്നു. ഓപ്റ്റിക് സെൻറ്ററിൽ കൂടി പോകുന്ന മറ്റൊരു പ്രകാശരശ്മിയെ വരയ്ക്കുന്നു. ഓപ്റ്റിക് സെൻറ്ററിൽ കൂടി പോകുന്ന പ്രകാശരശ്മിക്ക് വ്യതിയാനം സംഭവിക്കുമോ? റിഫ്രാക്ഷൻ സംഭവിക്കുമോ? റിഫ്രാക്ഷൻ സംഭവിക്കില്ല അല്ലേ? ഓപ്റ്റിക് സെൻറ്ററിൽ കൂടി പോകുന്ന പ്രകാശരശ്മിക്ക് റിഫ്രാക്ഷൻ സംഭവിക്കില്ല. ഇറ്റ് പാസസ് വിത്തൗട്ട് ഡീവിയേഷൻ ഓർ വിത്തൗട്ട് റിഫ്രാക്ഷൻ. റിഫ്രാക്ഷൻ ഇല്ലാതെയായിരിക്കും പോകുന്നത്. അപ്പോൾ ഇവിടെ
രണ്ട് റേസിനെ കണ്ടോ? ഒരു പ്രകാശരശ്മി സമാന്തരമായി വരുന്നതാണ്. ആഫ്റ്റർ റിഫ്രാക്ഷൻ ഇറ്റ് പാസസ് ത്രൂ ദ പ്രിൻസിപ്പൽ ഫോക്കസ്. അനദർ വൺ പാസസ് ത്രൂ ദ ഓപ്റ്റിക് സെൻറ്റർ ഓഫ് ദിസ് കോൺവെക്സ് ലെൻസ് ഹാസ് നോ ഡീവിയേഷൻ. അങ്ങനെ വന്ന ഈ രണ്ട് റേകളും ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത് എവിടെയാണ്? കണ്ടോ, ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റ് നിങ്ങൾ കണ്ടോ? ഇവിടെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെയായിരിക്കും ഇമേജ് ഫോം ചെയ്യുന്നത്. ദിസ് ഈസ് ദ പൊസിഷൻ ഓഫ് ദി ഇമേജ്. ഹിയർ ഈസ് ദ പൊസിഷൻ ഓഫ് ദി ഇമേജ്. നോക്കൂ, ഹിയർ ഈസ് ദ പൊസിഷൻ ഓഫ് ദി ഇമേജ്. അപ്പോൾ ഇമേജിൻ്റെ പൊസിഷൻ എവിടെയാണ്? ഇവിടെ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് എഫ് ആണ്. എഫ് ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. എഫ് നേരത്തെ തന്നെ അടയാളപ്പെടുത്തിയതാണ് എഫ്. ഹിയർ ഇറ്റ് ഈസ് 2F ആൻഡ് വി ഗെറ്റ് ദ ഇമേജ് ഇൻ ബിറ്റ്വീൻ എഫ് ആൻഡ് 2F. എഫിനും 2Fനും ഇടയിലാണ് നമുക്ക് ഇമേജ് കിട്ടിയത്. ഇനി ഈ ഇമേജിൻ്റെ പ്രത്യേകത നോക്കൂ. ഇവിടെ നമുക്ക് ഇമേജിനെ അടയാളപ്പെടുത്താം. IM. ദിസ് ഈസ് ഇമേജ്. OB എന്ന് പറഞ്ഞാൽ ഓബ്ജക്റ്റാണ്, IM എന്ന് പറഞ്ഞാൽ ഇമേജാണ്. ഈ ഇമേജിൻ്റെ ഫീച്ചേഴ്സ് നോക്കൂ. എന്തൊക്കെയാണ് ഫീച്ചേഴ്സ്? പൊസിഷൻ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു. ഇമേജ് ഈസ് ഫോംഡ് ഇൻ ബിറ്റ്വീൻ F ആൻഡ് 2F. ആൻഡ് ഇതിൻ്റെ സൈസ് എങ്ങനെയാണ്? ഇമേജിൻ്റെ സൈസ് ഓബ്ജക്റ്റിൻ്റെ സൈസും ഇമേജിൻ്റെ സൈസും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കൂ. എങ്ങനെയാണ് ഇമേജ്? ഇമേജ് സ്മോൾ ആണല്ലേ, ചെറിയ ഇമേജാണ്. ഓബ്ജക്റ്റിനേക്കാളും ചെറിയ ഇമേജാണ് ഫോം ചെയ്യുന്നത്. പിന്നെ എങ്ങനെയാണ് ഇമേജ്? ഇമേജ് ഇൻവെർട്ടഡ് ഇമേജാണ്. ദ ഇമേജ് ഈസ് സ്മോൾ ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് ഇൻവെർട്ടഡ് ആൻഡ് ദ പൊസിഷൻ ഓഫ് ദ ഇമേജ് ഈസ് ഇൻ ബിറ്റ്വീൻ F ആൻഡ് 2F. അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇത് ഇമേജിൻ്റെ ഫീച്ചേഴ്സ് എഴുതാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഫോം ചെയ്യുന്ന ഇമേജ് ഫോം ചെയ്യുന്ന റേ ഡയഗ്രാം നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഫീച്ചേഴ്സും എഴുതേണ്ടതുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കണം. ഇമേജ് എന്ന് പറയുന്നത് ഡിമിനിഷ്ഡ് ആണ്, സ്മോൾ ഇമേജാണ്, അതുപോലെ തന്നെ ഇൻവെർട്ടഡ് ഇമേജാണ്. ബട്ട് ഇറ്റ് ഈസ് റിയൽ. നമ്മൾ കഴിഞ്ഞ എക്സ്പെരിമെൻറ്റിൽ തന്നെ കണ്ടു, നമുക്ക് സ്ക്രീനിൽ കിട്ടുന്ന ഇമേജാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ റിയൽ ഇമേജാണ്. അപ്പോൾ ഇത്രയുമാണ്. when the object is beyond 2F we get image in between F and 2F. we get real image, small image and an inverted image. ഇനി നമുക്ക് ഒബ്ജക്റ്റിനെ എവിടെ വയ്ക്കാം? ഇപ്പോൾ ബിയോണ്ട് 2F ആണ്. ഇനി ഒബ്ജക്റ്റിനെ എവിടെ വയ്ക്കാം? 2Fൽ വയ്ക്കാം. അപ്പോൾ ഇനി 2Fൽ ഒബ്ജക്റ്റ് 2Fൽ ഇരിക്കുമ്പോൾ കിട്ടുന്ന ഇമേജാണ് നമുക്ക് വരയ്ക്കേണ്ടത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. അതിനു മുമ്പ് നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ നേരത്തെ നമ്മൾ വരച്ചു, ഇവിടെ ബോർഡിൽ വരച്ചതാണ്. ഒരു കോൺവെക്സ് ലെൻസിൻ്റെ ഓപ്റ്റിക് സെൻറ്ററിൽ കൂടി വരുന്ന ലൈറ്റ് റേയെ വരച്ചു. പ്രിൻസിപ്പൽ ആക്സിന് പാരലായിട്ട് വരുന്ന ലൈറ്റ് റേസിനെ വരച്ചു. അതുപോലെ തന്നെ പ്രിൻസിപ്പൽ ഫോക്കസിൽ കൂടി വരുന്ന ലൈറ്റ് റേസിന് എന്ത് സംഭവിക്കുന്നു എന്ന് വരച്ച് കാണിച്ചു. ഇതൊക്കെ നിങ്ങളുടെ സയൻസ് ഡയറിയിൽ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ട് വരണം. നിങ്ങളുടെ സയൻസ് ഡയറിയിൽ ഉണ്ടാവണം. നിങ്ങൾ അതുപോലെ തന്നെ വരച്ച് പ്രാക്ടീസ് ചെയ്യണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് റേ ഡയഗ്രാംസ് വരയ്ക്കാനായിട്ട് കഴിയൂ. കൃത്യമായിട്ട് റേ ഡയഗ്രാംസ് വരയ്ക്കണമെങ്കിൽ ഓപ്റ്റിക് സെൻറ്ററിൽ കൂടി പോകുന്ന ലൈറ്റ് റേ എങ്ങോട്ട് പോകുന്നു നിങ്ങൾ അറിയണം. പ്രിൻസിപ്പൽ ആക്സിന് പാരലായിട്ട് വരുന്ന ലൈറ്റ് റേസ് എങ്ങനെ പോകുന്നു എന്നറിയണം. അതുപോലെ തന്നെ പ്രിൻസിപ്പൽ ഫോക്കസിൽ കൂടി വരുന്ന ലൈറ്റ് റേസും എങ്ങനെ പോകുന്നു, അല്ലെങ്കിൽ അതിൻ്റെ പാത്ത് എങ്ങനെയെന്ന് നിങ്ങൾ വരയ്ക്കാനായിട്ട് അറിയണം. എന്നിരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഡിഫറൻ്റ് ആയിട്ടുള്ള പൊസിഷൻസിൽ ഓബ്ജക്റ്റ് വെച്ചുകൊണ്ട് റേ ഡയഗ്രാംസ് കൃത്യമായി വരച്ച് ഇമേജ് കിട്ടിക്കാനായിട്ട് കഴിയുകയുള്ളൂ. അതുകൊണ്ട് അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ സയൻസ് ഡയറിയിൽ നമ്മൾ നേരത്തെ വരച്ച റേ, ഓരോ റേകളും എങ്ങനെ പോകുന്നു, അതിൻ്റെ പാത ചിത്രീകരിച്ചിട്ട് വരണം. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം.